ഇറാൻ US വെടിനിർത്തൽ ധാരണയിൽ നിലപാട് അറിയിക്കാതെ ട്രംപ്. വൈറ്റ് ഹൌസിൽ ചേർന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം തീരുമാനം അറിയിക്കുമെന്നായിരുന്നു പ്രസിഡന്റ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നത്. എന്നാൽ 2 മണിക്കൂർ നീണ്ടുനിന്ന യോഗം അവസാനിച്ചിട്ടും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. അതേസമയം ട്രംപ് അവകാശപ്പെട്ടതുപോലെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുന്നത് സമാധാന കരാർ വ്യവസ്ഥയിൽ ഇല്ലെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US ഇറാൻ സമാധാന ചർച്ചകളിൽ ഇന്നലെ മുതൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമാണ്. ഇരു രാഷ്ട്രങ്ങളും 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ ധാരണാപത്രത്തിൽ ധാരണയായിട്ടുണ്ടെന്നുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിലുള്ള ട്രംപിന്റെ പ്രതികരണമായിരുന്നു വരാനിരുന്നത്. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞിരുന്നത് വൈറ്റ് ഹൌസിൽ ഈ ധാരണാപത്രത്തിലുള്ള വിവരങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി താൻ ദേശീയ കൗൺസിൽ അംഗങ്ങളുമായി ഒരു യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിന് ശേഷം തന്റെ അന്തിമ തീരുമാനം അറിയിക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഈ യോഗം 2 മണിക്കൂറാണ് വൈറ്റ് ഹൌസിൽ നീണ്ടുനിന്നത്. പക്ഷേ ഈ യോഗത്തിന് ശേഷവും ട്രംപ് പ്രത്യേകിച്ച് ഒരു പ്രതികരണവും അറിയിച്ചിട്ടില്ല. ഇപ്പോഴും അതിന്റെ കാത്തിരിപ്പിൽ തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ. ട്രംപ് ഇന്നലെ ട്രൂത്ത് സോഷ്യൽ രേഖപ്പെടുത്തിയ പോസ്റ്റിൽ ഇറാൻ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട ചില നിബന്ധനകൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ നിബന്ധനകളിൽ ഏറ്റവും പ്രധാനം ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗത നിയന്ത്രണം തന്നെയാണ്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കണമെന്നും ഇതിലൂടെ ഒരു ടോൾ പിരിവും പാടില്ല എന്ന് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുപോലെ ഇറാൻ ഒരു തരത്തിലുമുള്ള ആണവായുധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പാടില്ല എന്നും ഭാവിയിലാണെങ്കിലും ഇത്തരമൊരു നീക്കം നടത്തരുതെന്നും ട്രംപ് പറയുന്നു. അതുപോലെ എല്ലാവിധ സീ മൈനുകളും ഇറാൻ ഉടൻ തന്നെ നീക്കം ചെയ്യണം. ഇതെല്ലാം ഇറാൻ അനുസരിക്കുകയാണെങ്കിൽ മാത്രം US ഹോർമുസ് കടലിടുക്കിലുള്ള ഉപരോധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് ഈ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. അതുപോലെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ സഹായത്തോടെ ഇറാനിൽ അവശേഷിക്കുന്ന ന്യൂക്ലിയർ ഡസ്റ്റ് അമേരിക്ക നശിപ്പിച്ചു കളയുമെന്നും ട്രംപ് ഈ പോസ്റ്റിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ചില ഇറാനിയൻ മാധ്യമങ്ങൾ പറയുന്നത് ട്രംപിന്റെ ഈ അവകാശവാദങ്ങളെല്ലാം തെറ്റാണെന്നാണ്. അതായത് US-ഉം ഇറാനും തമ്മിലുള്ള സമാധാന കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരണാപത്രത്തിൽ ഇറാൻ ഈ ആണവ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും സമ്മതിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ടും IRGC-യുമായി ചേർന്ന് നിൽക്കുന്ന ചില മാധ്യമങ്ങളാണ് ഇത്തരം ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിനു പുറമെ ഹോർമുസ് കടലിടുക്കിലുള്ള ഗതാഗത നിയന്ത്രണത്തെ സംബന്ധിച്ചും ഇറാന് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടെന്നും പറയുന്നു. പ്രധാനമായിട്ടും ഇറാന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു കാര്യങ്ങളാണ്. ഇറാന്റെ സുരക്ഷ കൂടി കണക്കിലെടുത്ത് മാത്രമേ ഹോർമുസിലൂടെ ഗതാഗത നിയന്ത്രണം അനുവദിക്കൂ എന്ന് ഇറാൻ പറയുന്നു. മാത്രമല്ല, ഇനി ഇറാന് ഈ യുദ്ധത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകണമെന്നും ഈ ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് $12 ബില്യൺ നഷ്ടപരിഹാരം ഇറാന് അമേരിക്ക നൽകണം, അല്ലെങ്കിൽ ഇത് ടോൾ പിരിവിലൂടെ ഈടാക്കുമെന്നും ഇറാൻ കൂട്ടിച്ചേർക്കുന്നു. ഇറാന്റെ ചില മുതിർന്ന നേതാക്കൾ, ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗയി ആണെങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെ വ്യക്തമാക്കി പറയുന്നു. അതുപോലെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഗാലിബാഫ് പറയുന്നത് അമേരിക്കയുടെ പ്രവൃത്തികൾ അടിസ്ഥാനമാക്കിയിരിക്കും ഈ സമാധാന കരാറിന്റെ ഭാവി എന്നാണ്. അതുപോലെ ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന മറ്റൊരു വിവരം അവരുടെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിനെ സംബന്ധിച്ചാണ്. ഈ സംസ്കാര ചടങ്ങ് ഉടൻ തന്നെ പ്രൗഢഗംഭീരമായി നടത്താൻ തന്നെയാണ് ഇറാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവിധ ജനങ്ങളെയും എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഈ ചടങ്ങ് നടത്താൻ ഇറാൻ ഉദ്ദേശിക്കുന്നു. അമേരിക്കയുമായി ഒരു സമാധാന കരാറിൽ എത്തിച്ചേർന്നാൽ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.